എല്ലാവരെയും കൂടിയിട്ട് ഭൈരവൻ വെടി കൊടുക്കാനാണ്. അങ്ങനെയുള്ള ഉദ്ദേശവുമായിട്ട് ജനാർദ്ദനൻ എഴുതിയിരിക്കുന്നത് അജന്മാരെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ദൂതനെ അയച്ചിരിക്കുക. എന്നാൽ രക്ഷിക്കാനായിട്ട് പുറപ്പെടുമ്പോഴേക്കും കിഴക്ക് സൂര്യോദയം കാണുന്ന അവസരം ഒരു സംശയമായില്ല. യോഗേശ്വരേശ്വരം യോഗേശ്വരേശ്വരനായ ഭഗവാൻ നാഗഭാഷയാണ്. ആ ഭഗവാന്റെ സാക്ഷാല കുടുംബാംഗങ്ങളും യാതൊരു സംശയമില്ല. അവരെ പോലെ കാണിച്ചാലേ നമ്മുടെ അടുത്ത തലമുറയിലും നാട്ടിലാണ് കുട്ടികളെ നമസ്കരിക്കൂ നമസ്കരിക്കൂ. അവർക്ക് എന്താ ഈ അച്ഛനമ്മയും അല്ലെങ്കിൽ കാരണവന്മാരെ കാണിക്കുന്നതല്ലാതെ വേറെന്തെങ്കിലും പഠിക്കൂ. അവരോടൊന്നും പറയാനില്ല. അമ്പലത്തിൽ വന്നിട്ടോ സജ്ജനങ്ങളെ കണ്ടാലോ അവർ നമസ്കരിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ സ്വാഭാവികമായിട്ട് പഠിച്ചു വേണ്ടു. ഭഗവാൻ ആരോടും പഠിപ്പിക്കുന്നില്ല. നമസ്കരിച്ചു ഉടനെ സകലരെ ഭഗവാൻ ഞാനും യാതൊരു കഴിക്കാൻ വന്നിരിക്കുന്നതാണ്. ആ കാര്യങ്ങൾ പറഞ്ഞു കഴിച്ചപ്പോ എന്താ വേണ്ടത് രണ്ട് വിഭാഗമായി ഭഗവാൻ ഒന്നും അറിയാത്ത പറഞ്ഞു ചോദിക്കുന്നു. നമുക്ക് എന്താ അറിയാൻ എന്നാലും ആദ്യം പോകേണ്ടത് യാഗത്തിലാണ്. യാഗത്തിന്റെ പൂർവാംഗമായിട്ട് വിജയം വേണം. ആ സമയത്ത് വിലാസന്ധനെ വർദ്ധിക്കാം. അതിനുള്ള വഴികളടക്കം പറഞ്ഞു കൊടുക്കും. യാഗത്തിന്റെ പൂർവാംഗമായിട്ട് വിജയത്തിന്റെ ഭാഗമായിട്ട് നടത്താൻ കഴിച്ചു. നേരെ കുറച്ച് വിജയത്തിനായിട്ട് അതിന് പോവാണെങ്കിൽ എത്ര കാലം വിലാസം തിരിച്ചു കൊണ്ടുപോകാൻ അറിയില്ല. അത് വേറെ കഴിയും. ഇതിന്റെ ഭാഗമായിട്ട് നടത്തിയ പോലെ പിന്നെ വിലാസത്തിനെ വർദ്ധിക്കുകയാണ് നല്ലത്. നേരിട്ട് യുദ്ധത്തിൽ പോവാണെങ്കിൽ എത്ര കാലമാണ് ഏറ്റുകൊണ്ടുകൊണ്ട് ബ്രാഹ്മണഭക്തനായുള്ള അദ്ദേഹം കഴിച്ചുകൊണ്ടിരിക്കുന്ന സൂത്രത്തില് ബ്രാഹ്മണ വേഷം കെട്ടി ചെന്ന് യുദ്ധത്തിൽ അടിച്ചു വാങ്ങി കഴിഞ്ഞാൽ ഭീമസേനയിൽ നൽകുന്നുണ്ടെങ്കിൽ വിലാസങ്ങളെ വർദ്ധിക്കാൻ കഴിയും. മുഴുവൻ പറഞ്ഞു സൂത്രത്തില് അല്ലെങ്കിൽ വളരെ ചുറ്റി പറഞ്ഞു ഇതാണ് വേണ്ടത്. വ്യക്തമായിട്ട് തീരുമാനിച്ചിട്ട് സമർപ്പിച്ചു. പറഞ്ഞ പോലെ സപരിവാരം ഭഗവാനെ പോയിട്ട് പറഞ്ഞോ സംബന്ധിച്ചു. 3-4 പേര് മാത്രമേ ദ്വാരകയിൽ ഉണ്ടായിരുന്നുള്ളൂ. ദ്വാരകയുടെ രാവണന് വേണ്ടിയിട്ട് ബാക്കിയുള്ള സകലരും യാഗത്തിന് പോയി. 1.5 കൊല്ലം പിന്നെ പാണ്ഡവന്മാരുടെ അടുത്ത് യാഗം 1.5 കൊല്ലം പോരാ 2 കൊല്ലം കഴിയണം. ആദ്യം അവസാനം ഒക്കെ ആയിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ അതുവരെ 4 പേര് ആൾക്കാർ മാത്രം കഴിച്ചു. ഒരു സമയത്ത് ചിലപ്പോൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും. 14,000 കയറിയിട്ടേ ഞാൻ പോവാറോ ഇവിടെ പോകും പാണ്ഡവന്മാരിലാണ്. അപ്പൊ നീ എന്താ 1.5 കൊല്ലം വേണം. ഇത് ഞങ്ങളിവിടെ കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് ഒക്കെ ഇത് വരികയാണെങ്കിൽ അവിടെ പോയി അവിടെ ഞങ്ങളെ എല്ലാ തൊഴിലാളികളോടുകൂടി വരാതെ പറഞ്ഞുകൊണ്ടൊക്കെ എല്ലാവരും കൊടുക്കും എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എന്താണ് കരികളൊക്കെയാണല്ലോ. അവിടെ പോയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? തണുപ്പുകാർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്, ചൂടുകാർക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോ 1.5 കൊല്ലം 2 കൊല്ലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാലത്തും ഉള്ള വസ്ത്രങ്ങളൊക്കെ വേറെ വേറെ വ്യത്യസ്തമായ അതൊക്കെ 1.5 കൊല്ലത്തേക്ക് അല്ലെങ്കിൽ 2 കൊല്ലത്തേക്ക് കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഒന്നും അവിടെ ആരോടും ചോദിക്കുന്നുണ്ടാവും. ആരെക്കാളും അതെക്കാളും കുട്ടികൾക്ക് 10 പതിനായി കുട്ടികളും 10,000 പ്ലസ് ഓരോ വർക്കിമാരിലും 10 കിലോ തീർമാനം. ഒരു 1,60,080 ആഗ്രഹിക്കുന്ന
കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ ദ്വാരകയിൽ ഭഗവാനും ആര്യമാനും മാത്രമല്ലോ, പിന്നെ ആൾക്കാരില്ലേ, 4-5 പേരെ ഒഴിച്ച് ബാക്കി എല്ലാ ദ്വാരകാവാസികളുടെ പുറപ്പെട്ടിട്ടുണ്ട്. ഈ ദ്വാരക ഗുജറാത്തിന്റെ ഈ കടവുകളൊക്കെ ഇപ്പൊ യാതൊരു വഴിയാ കത്തിച്ച് ജയിക്കുക. അപ്പൊ ഭാരതത്തിന്റെ ഹൃദയമാണ് ഗുജറാത്ത് സമുദ്ര അങ്ങനെ കരയ്ക്ക് അടിച്ചു കയറി. അതുപോലെ ഒരു സമുദ്രം കയറി വന്ന പോലെ അങ്ങനെയാണ് പാണ്ഡവന്മാരുടെ യാഗത്തിന് ഭഗവാൻ വന്നത്. അവരൊക്കെ വേണ്ട രീതിയിൽ സ്വീകരിച്ചു. പാണ്ഡവന്മാരെ പഞ്ചായത്തിയും കുട്ടിയെയും കണ്ണീരുകൊണ്ടാണ് അവർ സ്വീകരിക്കുന്നത്. നമുക്കൊക്കെ എന്തെങ്കിലും പൂരോ വിശേഷത്തില്ലെങ്കിൽ വല്ല പാറയുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചിലപ്പോ ഭഗവാൻ എഴുതി വരും. അപ്പൊ എന്ത് സന്തോഷം! ഇത് പൂവല്ല, ഭഗവാൻ നേരിട്ട് സപരിവാരം പത്നിമാരോടും കുട്ടികളോടും ഒക്കെ കൂടിയിട്ട് 1.5 കൊല്ലം കഴിഞ്ഞ കൂടുതൽ നോക്കിക്കൊണ്ടാ വന്നിരിക്കുന്നത്. അതൊക്കെ കൂടുതൽ ധരിച്ചു പോയി. എങ്ങനെയാണ് കാണുന്നത് പറയാൻ കഴിയുന്ന ആയിരുന്നില്ല. ഇങ്ങനെ ആളുകൾക്ക് പ്രമാദമായിട്ടുള്ള അവരുടെ അവസ്ഥ. അങ്ങനെ എന്താ പറയാ, അടിച്ചു പൊളിച്ച് ഭഗവാന്റെ കൂടെ താമസിക്കാൻ 3 മാസം. അത് കഴിഞ്ഞ് അതിനെക്കുറിച്ച് അറിയുന്നു. അതുകൊണ്ട് കുടിക്കണം ആഗ്രഹമുണ്ടല്ലോ. അതിനെന്താണ് 4 അഞ്ചന്മാർ 4 വീക്കായിരിക്കും ആദ്യത്തെ വിജയം കഴിയട്ടെ. കേമന്മാരായ 4 പേരിലെ മക്കള് അല്ലെങ്കിൽ അനിയന്മാര് അവരെ പറഞ്ഞിരിക്കുന്നു. അവർ 4 ഭാഗത്തും പോയി ഒരുവിധം ലോകത്തെ വഴി ജയിച്ചു വരുന്നു. പിന്നീട് ജയിക്കാൻ ബാക്കിയില്ല. ജരാസന്ധനെ ജയിക്കുന്നു. അതുള്ള വഴി അമ്മയെ വിളിച്ചു, വിളിച്ചു പോലെ കുഴി ഉണ്ടായോ? അതൊന്നും ആലോചിക്കൽ. കുഴി ഉണ്ടായോ? അതൊന്നും ആലോചിക്കണ്ട. കുഴി ഖരാബായോ? അതാണ് കുഴിയുടെ ബ്രാഹ്മണ കർഷകരുടെ ഓർമ്മ. കർഷകർ പോകുന്ന ആൾക്കാർ ബാക്കി എന്താ വേണ്ടത്? ഉപ്പുമാവ് കഴിക്കുക. ഭക്ഷണം കഴിക്കാതെ അവർക്ക് സമുദായം ബ്രാഹ്മണ വന്നാൽ ഭക്ഷണം കഴിക്കണം. പക്ഷേ രാജാവിനെ കണ്ട് ചില കാര്യങ്ങൾ സ്ഥാപിച്ചു ഭക്ഷണം അധ്യായം മുഴുവൻ നോക്കിയത് അവിടെ അറിയാം. അല്ലാതെ ഹിന്ദുമാരുടെ അല്ലാതെ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ സമയം നോക്കുകയാണെങ്കിൽ ഭക്ഷണ സമയമായിട്ട് നിർത്തുന്നത് നിങ്ങൾക്ക് കണ്ടല്ല. അല്ലാതെ സമയം ബ്രാഹ്മണനാണെങ്കിൽ അവിടുത്തെ വസ്ത്രം അപ്പുറം ഇത് വേറെ ഒന്നും നോക്കിയില്ല. ബ്രാഹ്മണന്റെ പുറത്തുണ്ടാവും. ബ്രാഹ്മണനല്ലാതെ ഞങ്ങൾക്കൊക്കെ ക്ഷത്രിയന്മാരാണ്. ഞങ്ങൾക്കൊക്കെ ഭക്ഷണം വൃത്തിയായി കഴിക്കാറാണെങ്കിൽ യാതൊരു ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. എന്തെങ്കിലും ടെൻഷൻ ഉള്ളവർക്കാണ് നേരാണ് കഴിക്കാൻ പറ്റാതിരിക്കുക. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം ടെൻഷനുള്ള ആൾക്കാരാണ് ക്ഷത്രിയന്മാരാണ്. രാജ്യമില്ല അന്നെ കാണിക്കുന്ന ഗുരു കഴിക്കാൻ വന്നവരല്ല എന്ന് പറയുമ്പോഴേക്കും വിലാസത്തിന് എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത്? ഇത് തല വേണോ? തലന്റെ അടുത്തോളം തലീന്റെ വേണ്ടത് രാജ്യമില്ല അന്നകാശ രാജാക്കന്മാരാണ് നിങ്ങൾ. അപ്പൊ ശരി, നിങ്ങൾ രാജാക്കന്മാരാണല്ലേ, യുദ്ധം ചെയ്യാൻ അതെ എന്ത് യുദ്ധമാണ് നിങ്ങൾക്ക്? നിങ്ങൾ ആരാകയോ? അർജുനാണ്. അത് ശരി, കയ്യിലൊക്കെ കണ്ടവിടെ മനസ്സിലാക്കാൻ 2 പേര് താപമൊക്കെ കണ്ടത് ഒരു മനസ്സിലാക്കുന്നതായിരുന്നു. കിട്ടിയപ്പോൾ മനസ്സിലായില്ല മാത്രമേ. അനയോളം അത് വേഗമ്മ
അമ്മാവന്റെ സ്വന്തമായിട്ട് അഡ്രസ് ഒന്നും അമ്മാവന്റെ മകൻ മാത്രം എത്ര അമ്മാവന്മാരും അന്വേഷിക്കണം, അമ്മാവന്മാർക്ക് എത്ര അമ്മായിമാരും അന്വേഷിക്കണം, എത്ര കുട്ടികളുടെ കുട്ടി സമയം കലാകാരന്മാർ ശത്രുവായ കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആ അയൽക്കടത്ത് വേണ്ടിയിട്ട് ഓട്ടയിൽ അയൽക്കടക്കാരൻ എനിക്ക് വേണ്ട അതിനെ നോക്കി ഈ കുട്ടിയോടോ 1000 എടുത്ത് കഴിഞ്ഞാൽ 5 മിനിറ്റുള്ളിൽ ഞാൻ ഇരിക്കില്ല പല ആവശ്യമുണ്ടായിരുന്നു ആ കുട്ടിയായിട്ട് നമുക്ക് അവരെ എങ്ങനെ ചെയ്ത പറയും അതുകൊണ്ട് ഇല്ല ഈ തുല്യകലോകമാ നീ എന്നോട് തുല്യനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ദിവസത്തേക്ക് തുല്യാൻ പിന്നെ ശബ്ദാശക്തോ ആദ്യം ആനയെ കൊടുത്തുകൊണ്ട് പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ആർക്കും ജയമില്ലാത്ത പരാജയമില്ലാത്ത യുദ്ധമായി പരാജയം മാത്രം പറയുന്നത് ഓർക്കയില്ല ആട്ടികൊണ്ടേ ഇരിക്കുന്നു ഭീമസേന ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു അടുത്ത രാത്രി അവരുടെ കൃഷ്ണോട് നാളെ ഇനി ഇവിടെ നിന്നാൽ ഇന്ന് തല്ലുകൊള്ളു ഈ തല്ലുകൊള്ളാൻ വയ്യ ഇപ്പൊ രാത്രി പോയി ദിവസം ശക്തനായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് തയ്യാറായിപ്പോ ഇന്ന് നല്ല ഉത്സാഹമാണ് യുദ്ധം ചെയ്യാനായിട്ട് അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണ് കൊല്ലരുന്നത് ഒരു കംഫർട്ടിന് കാണിച്ചു കൊടുത്ത് സംശയ ജലയാൻ സന്ധിക്കപ്പെടുന്നതാണ് ജലാസനായിരിക്കുന്നത് അവൻ അതേ രീതി കൊല്ലണം എന്നുള്ളത് കാണിച്ചു കൊടുത്തു ആന പട്ട വരുന്ന പോലെ കാണിച്ചു കൊടുത്ത് 2 ഭാഗത്ത് വിട്ടു ജലാസനത്തെ കടകടിച്ചു മുതിർന്നായ സമയം രാജാവാക്കി രാജാക്കന്മാരെയൊക്കെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നു അവർക്ക് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളും കൊടുത്തു കുടിക്കാനുള്ള സൗകര്യം രാജകീയമായ രീതിയിൽ ഭക്ഷണം കുടിക്കാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും രാജകീയമായ രീതിയിലോട്ട് അവർക്ക് സന്തോഷമായി ദിവസങ്ങളോടെ ഭക്ഷണം കഴിക്കാതെ ദിവസങ്ങളോടെ കുടിക്കാതെ ദിവസങ്ങളോടെ കഷ്ടപ്പെട്ടിട്ട് കുടിക്കാനും ഭക്ഷണം കഴിക്കാനും ശുദ്ധമായ വസ്ത്രം ഒക്കെ കിട്ടിയപ്പോ എന്തെങ്കിലും സന്തോഷമുണ്ടായി പക്ഷേ അവർക്ക് നിസ്സാരമായി ആ സന്തോഷമേ അതിനേക്കാളും വലിയ സന്തോഷമുണ്ടായപ്പോൾ കൃഷ്ണനെ കണ്ടപ്പോൾ ഭഗവത് ദർശനം കിട്ടിയപ്പോൾ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ മതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ എല്ലാ വർണ്ണങ്ങളിലും നമസ്കരിച്ചു ഞങ്ങളുടെ ഒരു ഗുരുവായൂരപ്പനെ കാണാനായി സാധിച്ചത് ഒരിക്കലും ഞങ്ങൾക്ക് മറക്കേണ്ടി വരുന്നത് ജലാസന്ധൻ ഞങ്ങളുടെ ഗുരുനാഥനായിട്ട് മാറിയിരിക്കുന്നു ജലാസന്ധൻ പിടിച്ചു കെട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടില്ല എങ്കിൽ ഞങ്ങൾക്ക് ഈ പുണ്യ ദർശനം സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് ജലാസന്ധൻ പോലും ഞങ്ങളുടെ ഗുരുനാഥനായിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ടാണ് അവർ നമസ്കരിക്കുന്നത് നിങ്ങളുടെ ഈ നമസ്കാരമൊക്കെ നിങ്ങളുടെ ആളുകൾ കൊടുത്തു വന്നു ഭരണാധികാരികൾ പൂജ നമസ്കാരം എന്താണ് പ്രതികളെ ധാർമ്മികമായ രീതിയിൽ രക്ഷിക്കലാണ് ഭരണാധികാരികളുടെ പൂജ അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോ കൃഷ്ണ മുമ്പിലെ കാരണം കള്ളാഴ്ച ആട്ടികൊണ്ട ഓടാനായിട്ട് 65 ദിവസം തിരിച്ചു പോകുമ്പോ ഭീമസേനെ മുമ്പിൽ നിർത്തി ഭഗവാനായ ഭീമസേനാണ് കാര്യങ്ങൾ നടത്തിയത് ഇത് മാത്രം മുമ്പിൽ നിർത്തി ഈ വരവ് കണ്ടു സന്തോഷമാണ് എല്ലാം നടത്തിട്ടേ ഞാനെല്ലാവർക്കും ആലോചിക്കുക നമ്മളോട് പറയാത്ത ഭഗവാൻ നമുക്ക് ജീവിതത്തിലെ എന്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഞാനവരുടെ വല്ലതും പറയാനോ തോന്നുന്ന രീതിയില് നമ്മുടെ ബുദ്ധിയും മനസ്സിനെയും ബുദ്ധിയെയും പ്രകാശിച്ചുകൊണ്ട് ഭഗവാന്റെ കാര്യം
ആവട്ടെ ഓരോ വർഗങ്ങളും ഭക്ഷണത്തിനായും ദിവസേനയെ പ്രധാനമായിട്ട് വാങ്ങിച്ചാലും ചുമതല കൊടുത്ത് പൂജാതി കാര്യങ്ങൾ സർവ്വതകൾ കൊടുത്ത് വരുന്നവരെ കുട്ടികളോട് സ്വീകരിക്കാനായിട്ട് അതിനെ കുറിച്ച് ഇങ്ങനെ ഓരോ വർഗവും ഓരോരുത്തരെ കുറിച്ച് വേണ്ട പോലെ ആയിരിക്കുന്ന അന്വേഷിക്കുന്നുണ്ട് പോയിട്ട് നമ്മളൊരു മഹാരാജാവ് എന്തെങ്കിലും കൊടുക്കുന്നില്ല എന്നാലും സംശയമില്ല ഒന്നുകൂടി കേമാക്കണോ എങ്ങനെ വിചാരിക്കുമ്പോഴേ അപ്പ കൃഷ്ണ കൃഷ്ണ എന്ന് വെച്ചാൽ അപ്പ കൃഷ്ണ ഉണ്ടാവുക യാതൊരു വന്നവർക്കുണ്ടായ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് കൃഷ്ണനെ കാണാത്ത ഒരു സ്ഥലം ഉണ്ടാവുന്നത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കമ്പനിയുടെയും പ്രസിഡന്റ് കൃഷ്ണനാണ് എല്ലാ കമ്പനിയും കൃഷ്ണൻ എല്ലായിടത്തും കമ്പനിയിൽ നയമാർന്ന പോലെ അങ്ങനെയല്ല എല്ലായിടത്തും കൃഷ്ണനെ കാണാം എവിടെ നോക്കിയാലും ഭഗവാനെ കുറിച്ചാൽ നാട്ടിലുണ്ടായിരുന്നു അവരുടെയൊക്കെ എന്തൊക്കെ എത്ര ജീവിത പ്രശ്നങ്ങളാണ് വീണ്ടും ഭഗവാൻ ഓടി വന്ന് തീർത്തുകൊണ്ടിരിക്കുന്നത് അന്ന് അപാഠമായിട്ട് ഭക്തോത്തമന്മാരായ പാണ്ഡവന്മാര് ഓരോ വ്യക്തിയിൽ കൃഷ്ണ വിളിക്കുമ്പോൾ എല്ലായിടത്തും കൃഷ്ണ ഒരേ സമയത്ത് കൃഷ്ണനെ കാണാം അതിന്റെ ഏതാണ് സദസ്യരെ കുടിക്കുന്നതിൽ ഏറ്റവും കാരണം ഇവിടെ വന്ന എല്ലാവരും യോഗ്യരാണ് എല്ലാവരും കുടിക്കണം അത് നടക്കുന്ന കാര്യമില്ല കോടിക്കണക്കിന് ആൾക്കാരെ അപ്പൊ പ്രധാനപ്പെട്ട അതേ വേണമെന്ന് സംശയം വന്നപ്പോൾ പൂജാരിയായ ഒരു വൃക്ഷം നനയ്ക്കുമ്പോൾ വെയിൽ നനച്ചാൽ എല്ലാ ഭാഗത്തും വലതുണ്ട് അതുപോലെ സകലോകങ്ങളിൽ നാരായണനായ ഭഗവാനെ കുറിച്ചു കഴിഞ്ഞാൽ ലോകമുള്ള കുറിച്ച ഫലമാണ് പറയുമ്പോഴേ എല്ലാവരും അംഗീകരിച്ചു ശരിയാണ് സാധു എന്നിങ്ങനെ കൃഷ്ണ ഹരേ ജയാഗ്രഹമാണ് സമയമാണ് ഇതുവരെ എവിടെയാണ് കൃഷ്ണൻ ഇല്ലാത്തതെന്നാണ് പഠിച്ചത് പൂജിക്ക നോക്കി കാണുന്നത് അങ്ങനെ നോക്കുമ്പോഴാണ് എവിടെ കൃഷ്ണൻ എവിടെയാ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഗോകുലത്തെ അവിടെ വീണ്ടും പെട്ടപ്പോഴേക്ക് കൃഷ്ണൻ സാധാരണ വെള്ളാത്തിലൂടെ കാല കഴിച്ചുകൊണ്ട് ഭഗവാൻ അവിടുത്തെ വിശ്വസിച്ചു കൊണ്ടുവന്നു ഇതിനു മുമ്പാണ് കൈയും ഒക്കെ ആയിട്ടുള്ള ഒക്കെ മാറ്റി ദിവ്യമായിട്ടുള്ള അസ്വസ്ഥകൾ അണിയിച്ച് ഉയർന്ന വിധത്തില് അഭ്യാസത്തില് അവിടെയുള്ള സകല ജനങ്ങൾക്കും കണ്ടുകൊടുത്ത് കാണാൻ പറഞ്ഞ് ഇരുത്തി ഭഗവാന്റെ പാദപത്മങ്ങളെ അണിയിച്ചുകൊണ്ട് ആ ഭഗവാനെ പൂജിക്കാനായിട്ട് തയ്യാറായി പാദം കൊടുത്തുകൊണ്ട് തയ്യാറായി പോയി കണ്ണമെന്നത് പോയി കണ്ണ് കൊഴുകുന്നതിന് കണ്ണീരൊഴുകി ഒരക്ഷരം ഉണ്ടാകാൻ മന്ത്രിക്കട്ടെ ഒരു മന്ത്രവും കുടിക്കുന്ന കണ്ടുമുടിക്കാൻ പറ്റുമോ അത് പറ്റില്ല അതുകൊണ്ട് മുഖം കാണാൻ കഴിയില്ല അങ്ങനെ നാളുകൾ എന്തെങ്കിലും മരണം ചെയ്യിക്കണമെങ്കിൽ അത് പഠിക്കുന്നില്ല കണ്ണാണ്ടവേ ഒരു ശത്രു കേൾക്കാതെ അതുകൊണ്ട് അതുപോലെ പോലെ അത് ഉണ്ടായിരുന്ന ഉണ്ടാവാൻ തോന്നുന്നു അതുപോലെയാണ് നമുക്കും ആ ഭഗവാനെയാണ് സാധിക്കുന്നത് ആ രീതിയിലാണ് സാധിക്കുന്നത് ഈ മധ്യത്തെ മയാത്തെ അപ്പം രാമനൊക്കെ പറഞ്ഞ പോലെ മുസ്ലിം പറഞ്ഞ പോലെ എല്ലാ ശാസ്ത്രങ്ങളും ജന്മലാഭം പരപുരുഷാം അന്തേ നാരായണ സ്മൃതി അവരുടെ സ്ഥാനത്താണ് ഈ ജന്മം സുഖമായാണെങ്കിൽ അന്ത്യത്തില് ഭഗവാനെ സ്മരിക്കാൻ കഴിയണം. അപ്പാണ് പ്രാർത്ഥിക്കേണ്ടത്. இந்த രീതിയിൽ ഭഗവാനെ സാധിക്കുന്നു. ആ പാദതീർത്ഥം എന്നും ചേർത്ത് വഹിക്കാൻ സാധിക്കണമെന്ന് എല്ലാം പറഞ്ഞുകൊണ്ടാണ് ജീവിതമാകുന്ന ഐശ്വര്യാത് സഹായമാകുന്ന ഐശ്വര്യാത് നമ്മുടെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആഗ്രഹിക്കുമ്പോഴേക്ക് വേണ്ട രീതിയിൽ ഭഗവാൻ കൂടി വന്ന് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ജീവിതമാകുന്ന ഐശ്വര്യാകത്ത്
ഇനിയൊക്കെ ജീവിതത്തിൽ ആവശ്യം വന്നാലും നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് നൽകിക്കൊണ്ട് നമ്മളെ ജീവിതമാകുന്ന ഐശ്വര്യാകവും ഏറ്റവും ഭംഗിയാക്കി നമുക്ക് നടന്നുകൊണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒഴിക്കുമ്പോ അവസാനം മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം പൂർണ്ണം മയാദേവ പരിപൂർണ്ണം അവസ്ഥയൊക്കെ വേണ്ടത് മന്ത്രം കാണാം. ഒരു മന്ത്രം നിങ്ങൾക്ക് അറിയില്ല, ഒരു തുരി അറിയില്ല, ഇതൊന്നില്ലെങ്കിലും ഭക്തി ഉണ്ടെങ്കിൽ നന്നാവുമായിരുന്നു. അതുമില്ല. നിങ്ങൾ ജീവിതം എങ്ങനെ ചെയ്യുക എല്ലാം ഭഗവാൻ കാരുണ്യം കൊണ്ട് നിങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന യജ്ഞത്തെ പുതിയ സ്വീകരിച്ചുകൊണ്ട് അനുഭവിക്കുന്നത് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കൃഷ്ണഹരേ ആരോപിക്കൊണ്ടാണ് അവിടെ ഇന്നവരെ അടക്കം സകല ജനങ്ങളും പതി പറഞ്ഞുകൊണ്ടാണ് ആ പൂജയെ കൊണ്ടുവരുന്നത്. അതിനേക്കാളും ചാടിയെനിക്ക് ഭഗവാനെ അസംഖ്യം വിളിച്ചു പറഞ്ഞു. ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാത്തത് അപ്പകനാണ് മോക്ഷം. ഭഗവാനെ അസംഖ്യം വിളിച്ചു പറഞ്ഞാൽ ശിശുപാലന്റെ മോക്ഷം ആ വ്യക്തി അവകാരണം ദേശിക്കും കൂടിയായാലും തീവ്രമായ ഭാവത്തോടുകൂടി ഭഗവാനിലേക്ക് മനസ്സിലാക്കിച്ച അദ്ദേഹം സത്യോഗ്യാണ്. അത്യഗംഭീരമായ രീതിയിൽ യാതൊരു പര്യവസാനിച്ചു. അവസാനത്തോടു കൂടിയിട്ട് ഏറ്റവും ഭംഗിയായിട്ടാണ് യാതൊരു പര്യവസാനിച്ചത്. ഒരു യജ്ഞം അല്ലെങ്കിൽ ഒരു പദ്ധതി അല്ലെങ്കിൽ നമ്മുടെ ജീവിതമാകുന്ന യജ്ഞം ഒക്കെ വേണ്ട പോലെയാണെന്ന് എന്ത് വേണം? രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇതിന്റെ യജമാനൻ അഥവാ ഏറ്റവും ആരാണോ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണോ യജമാനൻ എന്ന് പറയാം. ആ യജമാനന്റെ സമർപ്പണ ഭാവം രണ്ട് ഭഗവാന്റെ അനുഗ്രഹം രണ്ട് പരിപൂർണമായിട്ടുണ്ടായി. എത്രത്തോളം നമ്മൾ ആ സമർപ്പിക്കുമ്പോ അത്രത്തോളം ഭഗവാൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഏറ്റവും നന്നായിട്ട് ഭഗവാനാണെങ്കിൽ അനുഗ്രഹിച്ച് മതിയാവുന്നില്ല. പാണ്ഡവന്മാർക്കാണെങ്കിൽ ഭഗവാൻ കൃഷ്ണനെ വായിക്കുന്നത് മതിയാവില്ല, ഭഗവാൻ സമർപ്പിച്ച് മതിയാവുന്നില്ല. എന്തിനാണ് കൃഷ്ണ 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 എന്ന് മാത്രമേ പറയും. അവസാനം കഴിയുമ്പോഴേക്കും ആ മഹാദേവന്റെ തിളക്കം കണ്ട് അഞ്ചാല് ദേവിയും ഒക്കെ മഹിമ കണ്ട് എല്ലാവരും സന്തോഷമായിട്ട് പോയി. കുറച്ച് പേർക്ക് മനസ്സിന് പ്രശ്നമുണ്ടായി. അസൂയക്കാരനാണ്. അസൂയ വന്നാൽ എഴുത്ത് നല്ലത് കണ്ടാലും മനസ്സിന് പ്രശ്നമുണ്ടാകും. അങ്ങനെ മൈലമായ സഭയിൽ യാത്ര പറയാനായിട്ട് വരുമ്പോഴാണ് സ്ഥലവിലക്രമം വന്നത്. അസൂയക്കാരനാണ്. മൈലമായ സഭയുടെ പ്രത്യേകതയാണ് അന്യന്മാരോടൊക്കെ കൂടിയിട്ട് ഞങ്ങളെ കേട്ടന്മാരുടെ ഭാവത്തോട് കൂടി യാത്ര പറയാനായിട്ട് കയറി വന്നു സഭയിലേക്ക്. സഭയിലേക്ക് കയറി വന്നപ്പോഴാണ് ആദ്യം വാതിലാന്ന് വിചാരിച്ചു പോയി തെറ്റിദ്ധരിച്ചു. വാതിലിന്റെ വാതില തോന്നിയതാണ്. ആൾക്കാരെ വിളിച്ചിട്ട് കണ്ടാണ് അക്കരെ കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് സഭയിലെ ആൾക്കാരെ ഇരിക്കുന്നത് കൂടി വാളൊക്കെ അഞ്ചന്മാർക്ക് നമുക്ക് വരുമ്പോഴാണ് പെട്ടെന്ന് വെള്ളം അടിച്ചു കയറുന്നവിടെ തോന്നി. അങ്ങനത്തെ അത്രയും ഫിക്സുണ്ട്. അവിടുത്തെ ചില പ്രത്യേകതകൾ കൊണ്ട് വെള്ളം മുകളിൽ കയറി വരുന്നവർ തോന്നി. അത് കണ്ടപ്പോഴാണ് പൊതിച്ചു വിളിച്ചു. എത്ര വർഷം വെള്ളാടിച്ചവർ തന്നെ വീണ്ടും പൊതിച്ചു. മുകളിൽ കൂടെ പൊതിക്കാൻ പറ്റില്ല. ഒരാളല്ല 100 പേര് ഒക്കെ ചെരി പൊട്ടിയെങ്കിലും ശരിയാക്കി എല്ലാവരും ശരിക്കും പരിസ്ഥിതി നോക്കിയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോൾ തോന്നിയതാണ്. അത്രമേ അന്യന്മാരെ നോക്കി ഞാൻ നടക്കണ പോകുന്ന കേട്ടോ. നമ്മള് ഇതുവരെ പണിക്ക് നടന്നാൽ പുറത്ത് ദുർഗഭാഗത്തിന് മുതുകൂടി കഴിഞ്ഞ് വലത്തേക്കാൾ ഉയർത്തി മുട്ട് മുമ്പോട് ഉയർത്തി പുറത്ത് ചവിട്ട് എവിടേക്ക് വെള്ളത്തിലേക്ക്. ഇന്ന് ഒരാൾ വെള്ളത്തിൽ പഠിക്കും. ഇതിന്റെ വൈകാരിക കുറച്ചാണ് എന്നോട് വന്ന പോലെ ആകെ പറഞ്ഞ അവിടെ ഇയാളെ ശരിയേക്കോ നിയന്ത്രിക്കാൻ പറ്റാവുന്ന ഈ വെള്ളത്തിൽ വേണമെന്നപ്പോ ഇതിന്
പിന്നെ അവിടെ വരുന്ന സമയം ഉണ്ടായി എല്ലാവരും ചോദിച്ചു അതിന് കാണുകയാണെങ്കിൽ ദുര്യോധനൻ പാഞ്ചാലിയൊക്കെ മനസ്സിലുണ്ടാക്കുന്ന വീഡിയോക്കെ ഞാൻ നടത്തുന്നതൊക്കെ തിരിച്ചില്ലേ ഇതിന് പകരം വീണ്ടും നമ്മുടെ സഭയെ വെച്ച് പാഞ്ചാലിയെ അപമാനിക്കുന്ന കണക്ക് കൂടി പക്ഷെ അതുപോലെ അതിനപ്പുറത്ത് ആരെ പാലിക്കണമെന്നാൽ ഉദ്ദേശിക്കാൻ ഞാനുണ്ട് നിന്നെ മുക്കിയിട്ട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുരുക്ഷേത്ര യുദ്ധത്തില് സകല ദുഷ്ടന്മാരെ ഉറപ്പിക്കുമെന്നും അന്ന് നിമിത്തമാക്കി സകല ദുഷ്ടപരിശകളിൽ അരിഞ്ഞു വീഴുമെന്നും യുദ്ധത്തിന് ഭഗവാൻ ബീജാവം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒഴിവാക്കാൻ കഴിയില്ല. മഹാഭാരത യുദ്ധം തീരുമാനമായ 2 വർഷത്തിൽ ചേരാൻ പര്യാപ്തം ഒഴിച്ചുകൂടി ഉണ്ടായിരുന്നാല് ഏതെങ്കിലും ഒരു ഭാഗത്ത് യുദ്ധം ചെയ്യേണ്ടതായി തോന്നിയിട്ടില്ല. അതിന്റെ ഫലമായിട്ട് വേണ്ടിയൊന്നും നൈഷാര്യത്തിൽ കടത്തിയ സമയത്ത് അവിടെ സൂര്യൻ എഴുതി എന്ന കാരണം അത് വർദ്ധിപ്പിച്ചു വന്നു. അതിന്റെ പരിഹാരമായിട്ട് തന്നെ വന്നു. അങ്ങനെ ബലരാമസ്വാമിയുടെ തീർത്ഥാടനം എന്ന് പറഞ്ഞ അവസാനം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് തിരിച്ചുകൊടുത്താൽ അഥവാ ഇതൊന്നും വെക്കാൻ വർദ്ധിച്ചുകൊണ്ട് ഈശാരത്തിൽ വന്നാൽ അവർക്ക് വർഷമാർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതുപോലെ സ്ഥലങ്ങളോട് കൂടിയിട്ട് അതുപോലെ കഥകൾ കേട്ടുകൊടുക്കുന്നൊക്കെ അദ്ദേഹം ആവശ്യമാണ്. ഇപ്പോൾ ആ സമയത്ത് കഥകൾ അനന്തങ്ങളാണെന്ന് കേട്ടപ്പോഴാണ് അനന്തമായ ഒരു ദിവസം കൂടി അയച്ചു ഏതെങ്കിലും കൃഷ്ണകഥ വിട്ടുപോയിട്ടെങ്കിൽ പറഞ്ഞു തന്നെ അത് ഈ എന്റെ രീതിയിൽ ഭഗവത് കഥകളെങ്കിലും കൃഷ്ണകഥ വിട്ടുപോയിട്ട് പറഞ്ഞു തന്നെ നടത്തിയപ്പോഴാണ് ഭഗവാനെ കാണിച്ച് ഉയർന്നു വന്നതായ കഥാരത്നം കൃഷ്ണസ്യാസി സമാപത്തി കൃഷ്ണന്റെ കൂട്ടുകാരനായി നമ്മളൊക്കെ എന്റെ ഗുരുവായൂർ പറഞ്ഞ് അതുപോലെ നമ്മുടെ ഉണ്ട്. അതുകൊണ്ട് അതെങ്കിലും ഉണ്ടാവട്ടെ. അതുകൊണ്ട് എന്റെ കൂട്ടുകാരൻ എന്റെ സുധാഭാഗം എന്റെ അവര് വളരെ കുറച്ച് പേരെ കുറിച്ച് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ സ്വന്തമാക്കി ആൾക്കാരുണ്ട്. അതിന് ഉദാഹരണം പറഞ്ഞാൽ പോലെ വളരെ കുറച്ച് കാലം കൊണ്ട് ഭഗവാൻ സ്വന്തമായി തീർന്ന ആ സന്ധിവിന്യാസം അത് ഭഗവാന്റെ കൂടെ പഠിച്ച സുഹൃത്ത് കൂട്ടുകാരൻ ഉദാഹരണത്തെ അടുത്ത ദക്ഷിണേക്ക് കൊടുത്ത് തിരിച്ചുപോയി അദ്ദേഹം ഹൃദയ ഭഗവാനെ വളരെ എഴുതുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. ശാന്താത്മാവാണ് ജീവിതനായിട്ട് ഭഗവാന്റെ ഇച്ഛയാകുന്നതുകൊണ്ടാണ് അദ്ദേഹം ജീവിച്ചത്. എന്നാൽ ഒരിക്കൽ പത്നിക്ക് പോലും അദ്ദേഹത്തിന് ഭക്ഷണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായപ്പോഴാണ് ഭഗവാന്റെ മതഭക്തങ്ങളെ സ്മരിക്കുന്നവർക്ക് തന്നെ തന്നെ കൊടുക്കുന്ന കത്തും നടത്തും ശക്തനായെന്ന പ്രഭുവായ എന്നിങ്ങനെ പറയുകയും ഭഗവാന്റെ പതാളുകൾ തന്നെ ഇടർന്നു അത് എഴുതിക്കാനായിട്ട് മോഹമായി അയം പരമോലാഹ ഉത്തമശ്ലോകനായ ഭഗവാന്റെ ദൃഷ്ടിയില് ഉത്തമശ്ലോകൻ ആരാണോ ആരെക്കുറിച്ചാണ് ശ്ലോകം ചെയ്യുന്നത് ആരെക്കുറിച്ചാണ് നമ്മൾ പാടുന്നത് ആ പാടുന്നവന്റെ ഭഗവാനെ കുറിച്ച് ആര് പാടുന്നുവോ അത് ഉള്ള തമസ്കൃതി അറുപതിലേക്ക് അങ്ങനെയുള്ള ആളായിരുന്നാണ് ഭഗവാന്റെ പേര് ഉത്തമ ശ്ലോകം എന്നത്. ആ ഭഗവാന്റെ ദർശനമാണ് ജീവിതത്തിലെ ഏറ്റവും ലാഭമായത്. ഭഗവാനെ കുറിച്ച് എന്തെങ്കിലും കേൾക്കുകയെങ്കിൽ സ്പർശിക്കുകയും ആ നിമിഷം അല്ല ഈ നിമിഷങ്ങളാണ് ലാഭമായത്. ഭഗവാനെ കുറിച്ച് മറന്നാൽ ഈ സ്വപ്നം നമുക്ക് പിടികിട്ടാം. എന്തെങ്കിലും ആ കൃഷ്ണനെ കാണാൻ വേണ്ടി പോകുന്നു എന്തെങ്കിലും ജീവിതത്തിൽ വരും ഇല്ല എന്ന് പോലും പറയാത്ത സാധ്യത എഴുതുന്നോ യാചിച്ച് കിട്ടിയ അവരുടെ ഉള്ളത് നല്ല സമർപ്പിക്കുന്നത് എന്റെ ഭർത്താവിന് പരിപാടി കഴിയുമ്പോൾ സാധനമാണെന്നോ ആഗ്രഹിക്കുക സ്വീകരിക്കണേ എന്നുള്ള അറിഞ്ഞോട് കൂടിയിട്ട് അതുമായി
സകല പ്രതിബന്ധങ്ങളെയും അടുത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം ദ്വാരകയിലെത്തി. അങ്ങനെ എത്താനുള്ള അദ്ദേഹത്തിനുള്ള പാതയെന്താണ്? കൃഷ്ണനെ കണ്ടുകൊണ്ട് നിങ്ങളെ എങ്ങനെയായിരിക്കും? കൃഷ്ണ 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 ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ബ്രഹ്മാനന്ദ തൂങ്ങിക്കൊണ്ട് ഭഗവാനാണെങ്കിൽ കാത്തിരിക്കാണ് തന്റെ ഭക്തനെ പൂജിക്കുന്ന കൃഷ്ണന് തോന്നിയിട്ടാണ്. ആ പാണ്ഡവന്മാര് ഭക്തോത്തമന്മാരായ പാണ്ഡവന്മാര് തന്നെ കുറിച്ചപ്പോൾ ഇതുപോലെ ഒരാളെ പൂജിക്കുന്ന ആഗ്രഹം അതവിടെ ദൃഢമായിട്ടാണ് സുധാമാവ് കാരണമായിട്ട് പുറപ്പെട്ടിരിക്കുന്നത്. ഭഗവാന്റെ സങ്കല്പമാണ് സുധാമാവെന്ന് വരാനായിട്ട് കാരണമായിട്ട് എന്തിനും കാത്തിരിക്കാതെ എന്താ വരാത്ത കുറിക്കുന്നു. അതിനിടയാക്കാമോ ദൂരെന്ന് സുധാമാനെ കാണുമ്പോഴേക്കും ഭക്തിമാനൊക്കെ തട്ടിമാനോട് ഓടിച്ചെന്ന് ഗാനഗാനം അറിയും ചെയ്ത് സുധാമാനെ കൊണ്ടുവന്ന് സിംഹാസനം നിർത്തിക്കൊണ്ട് അതേ നാട്ടികം ഭാവിക്കുമ്പോഴേക്കും പിടിച്ചിരുത്തി നമ്മുടെ ആടുന്നതിൽ ഞാനും കാട്ടുന്നു ഭാവല് ഇത് ബലത്തിൽ നമുക്ക് കാല കഴിച്ച് കുലിക്കുന്നു. തീരുമാനമുണ്ട് ആ ആത്മാവിനെ പൂജിക്കുന്നു. അന്തരങ്ങളും ആരാധനിക്കുന്നത് എന്ത് പുണ്യം ചെയ്യും മഹാത്മാവ് കണ്ടാൽ കേൾവി പോലും മാത്രമേ ഉള്ളൂ. എന്നാൽ ഈശ്വരനായ ഭഗവാനാണ് ഇരുന്ന് കുറിച്ചുകൊണ്ടിരുന്നത്. ഈ സംശയിച്ചപ്പോൾ സുധാമാനെ എഴുന്നേൽപ്പിച്ച് കത്തിലേക്ക് ഈ ഭാര്യയോടുകൂടി ശയിക്കുന്ന കത്തിലേക്ക് നിർത്തി തൊടയോടുള്ള തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കൈകൊണ്ട് സുധാമാനെ പറഞ്ഞു നോക്കി കരവുള്ള സ്ഥലം കൈകൾ പോർത്ത് വെച്ചുകൊണ്ട് ചേർത്ത് വെച്ചുകൊണ്ട് ആ പഴയ കൂട്ടുകാരിലേക്കുള്ള സന്തോഷം കൊണ്ട് കണ്ണ് നടന്നൊഴുകിക്കൊണ്ട് ദക്ഷിണേക്കോട്ട് പോയി ഉണ്ടായില്ല. എനിക്ക് ബോധിച്ച പത്നിയെ കിട്ടിയില്ലേ? എന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാരെ പിന്നെ വട്ടം ചെയ്യുന്നത് എനിക്ക് നിർബന്ധമാണ്. അങ്ങനെ ഭാര്യ അന്നത്തെ അല്ലാതെ നമ്മുടെ പഴയ കൂട്ടുകാരെ കണ്ട നമ്മൾ പറയാറുള്ളത് കല്യാണം കഴിച്ചു പറഞ്ഞാൽ നല്ല കാലം കഴിഞ്ഞു ഇതെല്ലാം ഭാര്യ എന്നെ ആശ്രയിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ട രീതിയിലുള്ള സാഹചര്യങ്ങൾ ഞാൻ കൊടുക്കാറുണ്ട്. നമുക്ക് ഇന്നും ആനന്ദമായിട്ട് ജീവിക്കണമെങ്കിൽ എന്തുകൊണ്ടാണ്? ആ ഗുരുനാഥന്റെ കാരുണ്യമുണ്ട്, ആ ഗുരുനാഥനെ ശുശ്രൂഷിച്ചുകൊണ്ട് ഗുരുനാഥനെ സ്നേഹിച്ചുകൊണ്ട് ആ ഗുരുവിന്റെ ദിവസങ്ങളൊക്കെ മറന്നു പോയോ? അത് മറന്നുവെങ്കിൽ നമുക്ക് എന്താണ് ഓർമ്മിക്കേണ്ടത്? ആ ഗുരുനാഥന്റെ അനുഗ്രഹത്തിന്റെ മാധുര്യം ആ ഗുരുകുലത്തെ വെച്ചുണ്ടായ ദിവസങ്ങള് എത്ര മധുരമധുരമായിരുന്നു. ഗുരുനാഥന്റെ അനുഗ്രഹം കിട്ടിയ അനേക സംഭവങ്ങളെ കുറിച്ച് എങ്ങനെ നമുക്ക് നോക്കാൻ കഴിയും? വലിയ വിപത്തി പറഞ്ഞു പോയിന്ന് മാത്രമല്ല കാട്ടിൽ കളിച്ച് നമുക്ക് നേരം വൈകില്ല. ആകെ ഇരുട്ടായി ആകാശത്തോടുകൂടി സൂര്യസ്തമിച്ചു. കാർമേഘം കൂടി ഇട്ടി മഴയും എനിക്കൊരു മനുഷ്യനോട് ഒത്തുപിടിച്ചായി എങ്ങനെ കഴിച്ചു വലിയ ദിവസം മഴയൊക്കെ കഴിഞ്ഞ് കാലത്ത് വന്നപ്പോഴാണ് കുറച്ച് വരവൊക്കെ കെട്ടി വെച്ചിരുന്നു. അങ്ങനെ നനഞ്ഞു കുളിച്ചു. ഇന്നലെ ഗുരുനാഥനെ സേവിക്കേണ്ട അല്ലെങ്കിൽ ഗുരുനാഥനെ സേവിക്കാനായിട്ട് ഗുരുനാഥന് ഉണ്ടാകാനുള്ള ഭക്ഷണത്തിന് വേണ്ടിയുള്ള ഘടകം ഒരു ദിവസം ഗുരുനാഥനെ സേവ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇവരുടെ വളരെ എല്ലാവരും ദിവസങ്ങൾ മാത്രമേ ഇതുപോലെ ഗുരുനാഥനെ സേവിക്കാനായിട്ട് നോക്കിയിട്ടുള്ളൂ. അതൊരു വലിയ നഷ്ടമാണ്. മക്കളൊരു ദിവസം വിചാരിച്ചുകൊണ്ട് സങ്കടപ്പെട്ട് അറിവായിട്ട് തന്നെ ഇറങ്ങുകയായിരുന്നു. തലേ ദിവസമായിട്ട് സന്ധ്യയായിട്ട് കുട്ടികളെ കാണാൻ ഇയാൾ അന്വേഷിച്ച് പ്രഭാതമായിട്ടാണ് കരകെട്ടുമായിട്ട് വരുന്നത്. നമ്മളെ കാണുമ്പോഴേക്കും നമ്മളെ കാണുന്നൊഴുകി വിറകുകെട്ടുകൾ തട്ടി മാറ്റിക്കൊണ്ട് നിങ്ങളുടെ ശിരസില് ഈ പ്രാരബ്ധത്തിന്റെ വിറകുകെട്ടൊന്നും അറിയുന്നത് എന്ന് ഭാവത്തില് മാറി മാറി അസ്മദേ ദുഃഖിത എനിക്ക് വേണ്ടിയിട്ട് ഗുരുനാഥന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തതായിട്ടുള്ള ആ കർമ്മത്തിന് എല്ലാം നിങ്ങൾക്ക് പകരം തരേണ്ടത് അറിയില്ല.
നന്നായിരുന്നു പിന്നെ മനസ്സിലാക്കുന്ന ആഗ്രഹം നിങ്ങളുടെ മനോരഥകൾ സഫലമായി കഴിയുന്നു. എന്താ മനോരഥകൾ? എന്തെങ്കിലും പഠിച്ചെങ്കിൽ അത് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ പ്രയോഗിക്കാൻ കഴിയായിരുന്ന ഒരു കാര്യങ്ങളോ എന്തെങ്കിലും ജീവിതത്തിൽ വേണ്ടത് വേണ്ട പോലെ വേണ്ട സമയത്ത് പ്രയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് കാരണം അനുഗ്രഹത്തിന്റെ അനുഗ്രഹം മാത്രമാണ് ഭഗവാനാണ് അറിവായിട്ട് മനസ്സിലാക്കുന്നത്. ലോകത്തെ എന്തുകൊണ്ട് എന്തായി കാണാം, പക്ഷെ 3 അക്ഷരത്തിന് കുറവുണ്ട്. എന്നാൽ ഗുരു ഇവിടെയില്ലാത്തവരുടെ ജീവിതത്തിലെ വിജയത്തെ പറഞ്ഞത് എങ്ങനെ? അത് ഗുരു അനുഗ്രഹമായി ഞാനിങ്ങനെ പറഞ്ഞ് നേരെ പോയിട്ട് അറിഞ്ഞത് ശരിയല്ലേ? സത്യകാമനായിട്ടുള്ള ഭഗവാന്റെ വിഷയമാണ് ലോകത്തില് സഫലമായി കൊണ്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ ഭഗവാൻ തീരുമാനിച്ച ഉടനെ അവര് സ്വീകരിച്ച് അനുഗ്രഹിക്കും. ലോകമാനന്മാർക്ക് പോലും കൊടുക്കാത്ത സമ്പത്ത് നൽകും എന്ന് ഉറപ്പിച്ചു. എന്താ ഇത്രകാലം എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് ഇത്ര കാലങ്ങൾക്ക് വരുമ്പോ എനിക്ക് എല്ലാം കൊണ്ടിരിക്കും എത്ര കുറച്ചാണെങ്കിലും ഭക്തന്മാര് കൈമത്തോടുകൂടി സമർപ്പിക്കുന്നത് ഭക്തിയോടുകൂടി സമർപ്പിക്കുന്നത് വലുതാണ്. നീ എത്ര ഭൂരിയോടെ ചുരുങ്ങിയാലും ഞാൻ തിരുമണ്ടാക്കുക ഭക്തി ഒരു പുഷ്പമായാലും മതി. വീട്ടുകാരും നാട്ടുകാരും ഒക്കെ ദുഃഖമേഖലയില് ഒരാളെ രക്ഷിക്കാനില്ലാത്ത ബോധ്യങ്ങളാണ്. നാരായണ ഭഗവൻ നമസ്തേ ആ വിജയത്തിന്റെ മനസ്സിലാവുന്ന അമരപുഷ്പം ഇന്ന് ഞാൻ താഴ്ത്തുന്നത് ഒരു ഫലമായിരുന്നു. ആ ശബരിയ പഴങ്ങളുടെ സ്വാദ് ഒത്തിരി വ്യക്തമായിരുന്നു. പട്ടിണികളുടെ ചക്രവർത്തിയായിട്ട് പോലും പട്ടിണി കിടന്ന് 14 ദിവസം പട്ടിണി കിടന്ന് വലിയ ഭക്ഷണം എന്നിട്ടാണ് ചെയ്ത് പാത്രം കഴിഞ്ഞ് വെള്ളം കൊടുക്കാൻ നോക്കുമ്പോഴാണ് നായ്ക്കളെ കൊണ്ടുവന്നാണ് വെള്ളം കൊടുക്കാനും മടിയുണ്ടായില്ല. ഇതൊരു പ്രാർത്ഥന എല്ലാവരും ഹൃദയത്തിലെ ഇരുന്നുകൊണ്ട് എല്ലാവരും അനുഭവിക്കുന്ന ദുഃഖം എന്നാൽ സന്തോഷം അങ്ങനെ പറഞ്ഞ വലിയ വെള്ളത്തിന്റെ സ്വാതന്ത്ര്യം എന്തായാലും തരൂ ഭഗവാൻ അറിയാവുന്ന അവസ്ഥ തട്ടിക്കുറിച്ച് ആ നിവേദ്യം സ്വീകരിക്കുന്നു. ഇത്രയൊക്കെ കെട്ടഴിച്ച് നോക്കുമ്പോഴാണ് ഇപ്പൊ ഈ പ്രിയപ്പെട്ട അവരോട് പറയുന്നത് ആർക്കും കിട്ടില്ല. ഒരു പിടി ദ്വാരകാനാഥനായ 16,108 യുഗത്തിലെ പതിയായിട്ടിരിക്കുന്ന ഭഗവാൻ അവര് കാണാത്തവരെന്ന് പറയാൻ ആർക്കും കിട്ടില്ല വായിക്കുന്നത്. അടുത്ത കാലങ്ങളിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്നതാണ് അത്രയും സ്വാതന്ത്ര്യം. പണ്ട് അമ്മ വീട്ടിൽ വാങ്ങുമ്പോഴേ എന്ത് സ്വാതന്ത്ര്യം. ഈ വീട്ടിൽ അമ്മ വീട്ടിൽ വരില്ല, വീട്ടിൽ വാങ്ങാനും തരില്ല. അതൊക്കെ അസാധ്യമായി കഴിഞ്ഞിരിക്കും. അതേപോലെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് വീട്ടിൽ അമ്മനെ ചോറശ്വത്തി വാങ്ങി തരുന്ന പോലെ അതേ സ്വാദായിരുന്നു ഉദാഹരണമാകുന്നത്. രണ്ടാമത്തെ വീട്ടിൽ കൈവിട്ടപ്പെടുന്ന ആ വിശ്വാസം എല്ലാവർക്കും കൊടുക്കേണ്ടതെന്ന് പറഞ്ഞത് ലക്ഷ്മി ദേവി പഠിച്ചത് വീട്ടിൽ അവര് കഴിച്ചപ്പോൾ സുധാമാവ് വേണ്ടതെല്ലാം രണ്ടാമത്തെ വീട്ടിൽ കഴിച്ചാൽ സുധാമാവ് പോലും ഭഗവാനോട് കഴിക്കും. പിന്നെ പതിവോടെയായ പത്നി അനുഭവിക്കാനായിരുന്നു അതുകൊണ്ടും നൽകി. അത് നിന്ന് കുറിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ദിവസം മതമുള്ളതാണ് നിൽക്കുന്നത്. ഭഗവാൻ നമ്മുടെ സുഖമാണ് അവിടെ കഴിക്കേണ്ടത് കുറിച്ചു പോകുമ്പോഴാണ് ഭഗവാൻ ഒരു ആസക്തിയില്ല ധൈര്യമായിരുന്നു അയച്ചത്. സുധാമ ആരോഗ്യം
പോകുന്നവരേക്ക് വാഹനരഹിത ഭാവിയാകുന്ന കൃഷ്ണ ശ്രീനികേതന ദരിദ്രനായ ഞാനവിടെ ഋഷിവരിയായിരുന്ന ഭഗവാനവിടെ എന്നെ ചേർത്ത് പിടിച്ച് ദേവദേവനെ പോലെയാണ് പൂജിച്ചത്. എന്താ കൃഷ്ണന്റെ സ്നേഹം! ഞാൻ അവിടെ നിങ്ങൾക്ക് വരിക എങ്ങനെ ഞാൻ ചോദിച്ചില്ല, ചോദിക്കാതെ എന്തുകൊണ്ട് നമുക്ക് ഉദ്ദേശിച്ചത് എന്തുകൊണ്ട് കൃഷ്ണനോട് സ്നേഹമുണ്ട്. ഈ ലോകത്തിലെ എന്തെങ്കിലും കിട്ടിയാൽ ഞാൻ നശിക്കുന്ന കൃഷ്ണനായ അതുകൊണ്ട് എന്ന് വിചാരിച്ച ആ മംഗളാട്ടിലേക്ക് പോകുമ്പോൾ എന്റെ ഗൃഹത്തിലേക്ക് എത്തി സകല സമ്പത്തോടുണ്ട്. ലക്ഷ്മീദേവി പോലെ ഭാര്യയൊന്ന് സ്വീകരിക്കാൻ തയ്യാറായത്. ഇന്നലെ ഏതോ ഒരു സ്ത്രീ ഇവിടെ വരുന്ന പോലെയൊക്കെ സ്വർണ്ണത്തിൽ കഴിയുമ്പോൾ മനസ്സിലായില്ല. എനിക്ക് മനസ്സിലായി ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം. നമുക്കാണെങ്കിൽ ഭഗവാൻ നൽകുന്ന അനുഗ്രഹം ഒന്നും മനസ്സിലാവുന്നില്ല, മനസ്സിലാവുന്നത്. ദരിദ്രരായ നമ്മളവിടെ ഭഗവാനവിടെ, ദരിദ്രരായ നമ്മളവിടെ ആധ്യാത്മിക ശാസ്ത്രത്തിന്റെ ദരിദ്രരായ നമ്മളവിടെ ആഗോളസ്വരൂപനായ ഭഗവാനവിടെ. ഭാഗവതവും നമ്മൾ വീണ്ടും പിടിച്ച പോലെയാണ്. എന്നാൽ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ വേണ്ടാന്ന് പിടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ഭഗവാന്റെ മത്സരം. ആ പണ്ട് കുറച്ചു കാല സന്ദർഭങ്ങൾ കുഞ്ഞാട് തന്നാലാണ് ഈ കാലം കൊണ്ട് ഭഗവാൻ നോക്കിയായിരിക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നല്ലോ നമുക്ക് ഇതുള്ള ഭഗവാന്റെ കാര്യങ്ങളാണെന്ന് നമ്മൾ അറിയാറില്ല. നമുക്ക് ഇതിലും കൂടുതൽ വീട്ടിലാണെങ്കിൽ നമ്മൾ നഷ്ടം ഒന്നും വേണ്ട. അതുകൊണ്ട് നമുക്ക് വേണ്ടത് മാത്രം ഭഗവാൻ നൽകിക്കൊണ്ടിരിക്കുന്ന കാര്യം നമുക്ക് മനസ്സിലാവാതെ ആ സംഭവത്തിലേക്ക് അടുത്ത സമയത്ത് ഭഗവാൻ മക്കേണ്ടി വരുന്നത് പോലെ ഒരു കാലത്ത് എന്തൊക്കെ പ്രാർത്ഥനകൾ ഏർപ്പെടുത്തേണ്ടി വന്നാലും ഒരു കാലത്ത് ഒരുപാട് ആഗോളസ്വരൂപനായ ഭഗവാനെയും അതുപോലെ ഒന്നാമനെയും മറക്കാതെ ജീവിക്കാൻ ഹൃദയത്തിലേക്ക് വാരിക്കൊണ്ട് ജീവിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നമുക്കും സാധിക്കാം. എല്ലാ വിഷയങ്ങളും അനുഭവിച്ചു ഭഗവാന്റെ പ്രസാദമായ അനുഭവിച്ചു. എല്ലാ ആസക്തികളിൽ നിന്നും കർമ്മപ്രാരംഭത്തിൽ നിന്നും അദ്ദേഹം മുക്തനായ പോലെ നമുക്കും ജീവിതം ഏറ്റവും സാർത്ഥകമായിട്ടുള്ള വഴിയിൽ ബോധിപ്പിക്കുന്ന ജീവിത ലക്ഷ്യം എന്താണ്? ഭാഗവതം കേട്ട് നമ്മളെ എവിടെയാണ് എത്തിച്ചേരേണ്ടത് എന്ന് ഏറ്റവും ശുദ്ധ ഹൃദയത്തിന് ശാന്താത്മകമായ സുധാമാണെന്ന് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഭാഗവതത്തിന്റെ അവസാനത്തിൽ പേര് കുറച്ച് നാളെ ഉച്ചയ്ക്കല്ലേ സമർപ്പിക്കുന്നത്? സമർപ്പിക്കാതെ കുറച്ച് പേര് കുറച്ച് പേര് മതി. അപ്പൊ ഭാഗവത ഗ്രന്ഥത്തിന്റെ അറ്റത്തെ പറയും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ കാണിച്ചത് അവിടെ എന്താ കാണുന്നത്? പോലെ ഈ ശാന്തി ഇതാണ് നമുക്ക് അനുഭവിക്കേണ്ടത്. ഈ ധന്യമായ ജീവിതം ആണ് അനുഭവിക്കേണ്ടത് എന്ന് നമ്മൾ സത്സംഗം തന്നെയാണ്. ഏത് സത്സംഗത്തിന്റെ കഥ അറിയുന്ന പോലെ എന്നും സത്സംഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കട്ടെ. അതുകൊണ്ട് ഗോവിന്ദ ഗോവിന്ദ നല്ല വാക്കു ചൊല്ലണം, നന്മ ചെയ്തു വാഴണം. നാമഘോഷമെന്നും എന്റെ നാവിലായി വന്നിടണം. നല്ല ചിന്തയേകണം, മനസ്സു ശുദ്ധമാകണം. നിത്യനായ പ്രകാശരൂപനെ വണങ്ങണം. കുഞ്ചിലമ്പു കുഞ്ചിലുന്ന പിഞ്ചുപാദമോർക്കണം. ആ പദാബ്ജം തന്നിലായി സദാ നമിച്ച്